എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ താരരീരൻ ചാനലായിട്ടുള്ള മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഈ ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം 2027 വരെയുള്ള ഒരു വർഷക്കാലത്തെ ചിത്തിര നക്ഷത്രക്കാരുടെ ഫലമാണ് നോക്കുന്നത്. Eight of Cups, King of Pentacles, Three of Wands, Six of Cups, Three of Cups, Strength card. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 8 ഓഫ് കപ്സും 3 ഓഫ് കപ്സ് എനർജി സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മളുടേതല്ലാത്തത് പലതും നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. അത് നമ്മളുടേതല്ല, നമ്മൾ മാറ്റിവെക്കുക. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ചിന്തിക്കേണ്ടുന്നത് നിങ്ങൾ മറ്റൊരാളുടെ സാധനങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എടുത്തുകൊണ്ട് നടക്കുന്നു എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. നമ്മുടേതല്ലാത്ത ചില ടെൻഷൻസ് നമ്മൾ മനസ്സിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യം വ്യക്തി, ഇത് കൂടുതലായിട്ട് പേഴ്സണൽ ലൈഫിലാണ് കേട്ടോ. പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിലാണെങ്കിൽ ജോലി സംബന്ധമായിട്ട് അവിടെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളും ആകാം, കൊളീഗ്സും. കാരണം ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജോലിയിടത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലോ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ചില വ്യക്തികളുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തിടയ്ക്കായിട്ട് ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് ഈ ഒരു വരുന്ന സമയങ്ങളിലേക്ക് ഉണ്ടാകാം, ഈ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള വഴക്കുകൾ, പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതായത് അത് കൂടുതലായിട്ടും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മനസ്സിലാക്കാത്തതിൻ്റെ സിറ്റുവേഷനാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പറയുന്ന വ്യക്തികൾ നിങ്ങളോട് പറഞ്ഞതോ നിങ്ങൾ അവരോട് പറഞ്ഞതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിനെ ഒത്തിരി അലട്ടുന്ന സിറ്റുവേഷനുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് വഴക്കും പ്രശ്നങ്ങളുമായിട്ട് നിങ്ങൾ മിണ്ടാതെ മാറിപ്പോകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ആ പറയുന്ന വ്യക്തികൾ അവരുടെ ലൈഫിൽ മുന്നോട്ടേക്ക് പോകുന്നു, പിന്നീട് നിങ്ങളായിട്ടൊരു ബന്ധം വയ്ക്കുന്നില്ല. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബന്ധം വയ്ക്കുന്നില്ല എന്നുള്ളത് നിർത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് ബന്ധം വയ്ക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്, സ്ട്രെസ്സൊക്കെ. അപ്പോൾ നിങ്ങൾ അവരെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, നിങ്ങൾക്ക് അതിലൊരു പൂർണ്ണത കിട്ടിയിട്ടില്ല, നിങ്ങൾക്കത് പറഞ്ഞു തീർക്കണം. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലും ഒരു ഇതുണ്ടാവുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇത് നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്നാൽ നിങ്ങളുടെ കൺട്രോളിലല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങളും അല്ലാതെ, അപ്പോൾ ആ പ്രശ്നങ്ങൾ നിങ്ങളുടേതല്ല എന്ന് മനസ്സിലാക്കി അവർ ഇങ്ങോട്ടേക്ക് ഒരു തരത്തിലും സഹകരിക്കുന്നില്ല എങ്കിൽ ലൈഫിൽ മുന്നോട്ടേക്ക് പോവാം. അത് ഒരിക്കലും എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയുന്നില്ല, പക്ഷേ എളുപ്പമായിട്ടുള്ളത് അങ്ങനെ എല്ലാ കാര്യങ്ങളും എളുപ്പമായിരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ വേർപെടുത്തി ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകേണ്ട സമയമായി എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയിട്ടാണത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ സൗഹൃദങ്ങളിപ്പോൾ നഷ്ടങ്ങൾ പറഞ്ഞു, അപ്പോൾ അതുപോലെ തന്നെ പുതിയ സൗഹൃദങ്ങൾ വരുന്നത്, അതായത് നിങ്ങളെ സംബന്ധിച്ചൊരു മിക്സ്ഡ് എനർജിയാണ്. ഇപ്പോൾ സുഹൃത്ത് ബന്ധങ്ങൾ അല്ലെങ്കിൽ പേഴ്സണൽ ബന്ധങ്ങളിൽ വേർപാടുകൾ കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ചില പുതിയ ബന്ധങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ ചില സമയങ്ങളിലെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു സമയം വരെ നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അത് കഴിഞ്ഞാൽ നമ്മൾ പുതിയ ബന്ധങ്ങൾ, പുതിയ ആളുകളായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള പുതിയ ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടുന്ന ഒരു സമയമാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ബന്ധം ജീവിതത്തിൽ ഒന്നോ അതിൽ കൂടുതലോ പുതിയ ബന്ധങ്ങൾ വരുന്നൊരു സമയമാണ്. അപ്പോൾ പുതിയതായിട്ട് വരുന്ന ഈ തരത്തിലുള്ള ബന്ധങ്ങൾ ജീവിതത്തിൽ നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പലരെ സംബന്ധിച്ച് ജീവിതത്തിലൊരു വളർച്ച ഉണ്ടാകുമ്പോൾ ഏത് ലെവലിലേക്കാണ് നിങ്ങൾ വളർന്നു നിൽക്കുന്നത്, ആത്മീയ തലത്തിലായിരിക്കാം, മാനസികമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടായിരിക്കും. ഏത് തലത്തിൽ വളർന്നു നിൽക്കുന്നു ആ തലത്തിൽ പെട്ട ആളുകളുമായിട്ടുള്ള ബന്ധമാണ് നിങ്ങളിലേക്ക്, നിങ്ങളായിട്ട് തേടി പോകുന്ന ഒന്നുമല്ല. നമ്മൾ ചിലപ്പോൾ പറയില്ലേ, ചില ആളുകൾ ഉയർച്ചയിലേക്ക് പോയ പഴയ സുഹൃത്തുക്കളായിട്ട് കണക്ഷൻ ഇല്ല എന്നുള്ളത്. അപ്പോൾ അതെപ്പോഴും ആ ഒരു വ്യക്തിയുടെ കുഴപ്പം ആയിരിക്കണം എന്നില്ല. കാരണം പല സമയങ്ങളിലും കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾക്ക് അവർക്ക് ഒരു ചെറിയ അസൂയ, കുശുമ്പ് അല്ലെങ്കിൽ അപകർഷതാ ബോധമായിരിക്കും. ഇവർക്ക് ചേരി അല്ലെങ്കിൽ ഇവർ വലുതായപ്പോൾ ഇപ്പം നമ്മൾ താഴെയാണെന്നുള്ളൊരു തോന്നൽ കൊണ്ട് നിങ്ങൾ അവരോട് നല്ല രീതിയിൽ ആണെങ്കിലും അവർക്ക് ആ തോന്നലുണ്ടാവും. പക്ഷെ ആ തോന്നലല്ല, നിങ്ങൾ വളർന്നു പോയ സത്യമാണ്. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അവരുടെ കൂടെ വളർന്നു പോയത് കൊണ്ട് മാത്രം നിങ്ങൾ അവരുടെ കൂടെ നിൽക്കില്ല എന്നുള്ള ചിന്തയാവാം. അപ്പോൾ നിങ്ങളുടെ ചിന്താഗതികളിൽ മാറ്റം വരും.
അപ്പോൾ അതൊരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമല്ല, ജീവിതം അങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി പുതിയ ജീവിതം, പുതിയ സുഹൃത്തുക്കൾ, പുതിയ ആളുകൾ, പുതിയ സാഹചര്യം അത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകും. അതിപ്പോൾ ജോലിയാണെങ്കിലും പേഴ്സണൽ ലൈഫാണെങ്കിലും. ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് കരിയറിൽ ഒരു മുന്നേറ്റം കാണിക്കുന്നത്, അപ്പോൾ കരിയറിൽ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റുന്ന അവസരം ഉണ്ടാകുന്നുണ്ട്, അതിൽ നിങ്ങൾ മുന്നേറുകയും ചെയ്യുന്ന ഒരു എനർജി സൂചിപ്പിക്കുന്നു. അതേപോലെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 6 ഓഫ് കപ്സ് ആണ്. അപ്പോൾ സ്ട്രോങ് മെസ്സേജാണ്, ഓർമ്മകളാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഒത്തിരി നേട്ടം ഉണ്ടാകുന്നുണ്ട്. വരവ് ചിലവുകളുണ്ട്. അപ്പോൾ വരവ് ചിലവുകളെന്ന് പറയുമ്പോൾ അനാവശ്യമായിട്ട് ചിലവായി പോകുന്നതല്ല, നിങ്ങളുടെ കയ്യിൽ, അതായത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തേണ്ടത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന ഒരു വർഷമാണ്. ഇപ്പോൾ നിങ്ങളുടെ കരിയറെ സംബന്ധിച്ച് പ്രൊമോഷൻ കാര്യങ്ങൾ, ശമ്പള വർധനവ്, ജോലി പ്രൊമോഷൻ ഇതൊക്കെ ആവാം. അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിൽ ബിസിനസ്സിൽ ഉയർച്ച കാര്യങ്ങളൊക്കെ ആവാം. അതോടൊപ്പം തന്നെ നിങ്ങളിലേക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അത്, അതായത് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ചിലവാക്കുന്നുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യങ്ങൾക്കും പണം ചിലവ് ചെയ്യുന്നതായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പൊതുവെ തൃപ്തിയാണ്. പിന്നെ ഓർമ്മകൾ, അതായത് ഓർമ്മകളെന്ന് പറഞ്ഞപ്പം ഒത്തിരി നാളുകൾക്ക് ശേഷം നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളോ സ്കൂളിൽ കൂടെ പഠിച്ച അല്ലെങ്കിൽ കോളേജിൽ പഠിച്ച ആളുകളെ വീണ്ടും തിരിച്ച് കണ്ടുമുട്ടുന്ന ഒരു എനർജിയാവും. അപ്പം അങ്ങനെയുള്ള സൗഹൃദങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാകുന്നതും കാണിക്കുന്നു. കാരണം ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം തമ്മിൽ കണ്ടുമുട്ടുന്നു, പക്ഷേ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഇപ്പോഴും അതുപോലെ തന്നെ. അപ്പോൾ ആ സൗഹൃദങ്ങൾ, പിന്നെ ഫാമിലി ആയിട്ട് കണക്റ്റഡ് ആകുമ്പോൾ ഫാമിലി ഫ്രണ്ട്ഷിപ്പ്, ഫാമിലി വായിതരായിട്ടുള്ളൊരു ഫാമിലി, കുട്ടികൾ എല്ലാവരും ഒരുപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സൗഹൃദം തിരിച്ച് കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. ഒന്ന് നിങ്ങളുടെ പഴയ സുഹൃത്ത്, പക്ഷെ ഇപ്പോൾ ഒരു ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് യാത്രകൾ ചെയ്യുന്നു, ഓരോ കാര്യങ്ങൾ ഒരുമിച്ച് ഒരിടത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം. വിദേശത്തൊക്കെ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരുപക്ഷെ നാട്ടിൽ പഠിച്ച സുഹൃത്തായിരിക്കും അങ്ങനെ നിങ്ങൾ താമസിക്കുന്നിടത്തേക്ക് വരുന്നു. അപ്പോൾ ആ പ്രദേശത്തിന് സെറ്റിലാവുന്ന ഒരു രീതി. അപ്പോൾ നിങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്ന ഒരു സിറ്റുവേഷൻ, മാനസികമായിട്ട് തൃപ്തി തരുന്ന ഒരു കാര്യം. അതേപോലെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് സ്ട്രെങ്ത് കാർഡാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഫാമിലി, അതായത് ഒത്തിരി സന്തോഷമുള്ളൊരു വർഷമായിരിക്കും. സന്തോഷമുള്ള വർഷമായിരിക്കും എന്ന് പറഞ്ഞാലും അതേപോലെ നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങൾ മാനസികമായിട്ട്, അതായത് ആത്മസംയമനത്തോടു കൂടിയിട്ട് ഒരു മിതത്വത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ബാക്കി പൊതുവെ സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ആസ്വദിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി സന്തോഷമുള്ള കാര്യങ്ങൾ നടന്നാലും ഒരു സങ്കടം വന്നാൽ എന്തായി ഇങ്ങനെ സങ്കടം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് കൂടുതലും. അപ്പോൾ ആ ഒരു സങ്കടം വരുമ്പോൾ അത് സങ്കടം അതിൻ്റെ പാർട്ടാണെന്ന് മനസ്സിലാക്കി അധികം സമയം അതിന് ചിലവഴിക്കാതിരുന്നാൽ കൂടുതലും സന്തോഷമുള്ള കാര്യങ്ങൾ, അപ്പോൾ സന്തോഷമുള്ള കാര്യങ്ങൾ ആസ്വദിച്ചു. കാരണം നിങ്ങളുടെ ഉള്ളിലൊരു ഇന്നർ സ്ട്രെങ്ത് ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ പലതും, കാരണം ഇവിടെ ചില ആളുകൾ പഴി പറയാനും ചാൻസ് ഉണ്ട്. കാരണം ഇങ്ങനെയുള്ള സൗഹൃദങ്ങൾ വിട്ട് കളഞ്ഞു, അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ജീവിതമാണ് അതൊന്നേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 3 ഓഫ് ഫോൺസും 3 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ നമ്പർ 3 ബാലൻസ് ആണ് ജീവിതത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജീവിതത്തിലൊരു സ്ഥിരത, ഒരു ബാലൻസ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. പിന്നെ ക്രിയേറ്റിവിറ്റി സിറ്റുവേഷൻ, സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി കാണിക്കുന്ന എനർജി എന്ന് വെച്ചാൽ പ്രഗ്നൻസി സിറ്റുവേഷൻ ആവും. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളിപ്പോൾ പ്രഗ്നൻ്റ് ആവുന്നുണ്ടാവാം. അപ്പോൾ അതിൻ്റെ സന്തോഷം. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രഗ്നൻ്റ് എന്ന് വെച്ചാൽ സെക്കൻഡ് പ്രഗ്നൻസിയോ തേർഡ് പ്രഗ്നൻസിയോ ആവാം. നിങ്ങൾ ഫസ്റ്റ് പ്രഗ്നൻ്റ് ആയിട്ടുള്ളത് നിങ്ങളോ നിങ്ങളുടെ വൈഫ്, ഇപ്പോൾ നിങ്ങൾ സ്ത്രീ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫായിരിക്കും പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പോൾ ഇത്, അതായത് നിങ്ങൾക്കൊരു കുട്ടി എന്നുള്ളൊരു ഇതാണ്. ആദ്യത്തെ കുട്ടി ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ കുട്ടി ഉണ്ടായിരുന്നത് ഒരു 15 ഈവൻ 20 വർഷം മുമ്പുമാവാം. അപ്പോൾ ഇനി അടുത്ത കുട്ടി ചിന്തിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആവാം. പക്ഷെ എന്തായാലും ഒരു സന്തോഷവും ഒരു ഹാപ്പിനെസ്സൊക്കെ ജീവിതത്തിൽ, അതിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 3 ഓഫ് ഫോൺസ് എനർജി ആൻഡ് 3 ഓഫ് കപ്സ് എനർജി സിറ്റുവേഷൻ, നിങ്ങളുടെ ഉള്ളിലെ ചില കാര്യങ്ങളും എന്തൊക്കെയോ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നടത്തുന്നൊരു സിറ്റുവേഷൻ എന്ന് തന്നെ പറയാം ഈ ഒരു സാഹചര്യത്തെ. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി തന്നെയാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം പൊതുവേ മാനസികമായിട്ട് അതുകൊണ്ട് സന്തോഷവും സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. പ്രായമായിട്ടുള്ള ഒരു വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പൊതുവേ പറയുകയാണെങ്കിൽ ഒരു ആത്മസംതൃപ്തി, ഒരു
ഒത്തിരി നാളുകൾക്ക് ശേഷം കൂടെ പഠിച്ച ആളുകളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ അവരുടെ വീടുകൾ സന്ദർശിക്കുക, സ്കൂൾ കോളേജ് റീയൂണിയൻസ് ഇതുപോലുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അതേപോലെ ആരാധനാലയങ്ങൾ സന്ദർശിക്കുക, അതായത് അമ്പലങ്ങൾ, പള്ളികളിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളോ ഇടങ്ങളോ ഒക്കെ സന്ദർശിക്കുന്നതിനുള്ള ഒരു അവസരം കൂടി ഈ ഒരു വർഷക്കാലം കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.